ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കാൽവറി ക്രൂശിന് അരികെയും ദൂരെയുമായി നിന്ന ചില കൂട്ടങ്ങളെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി കർത്താവിൽ ശരണപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് ദൂരെ നിന്ന് കണ്ടവരുണ്ട്, അരികെ നിന്ന് കണ്ടവരുണ്ട്, കല്ലറയോളം ചെന്നവരുണ്ട്, കല്ലറയിൽ കാത്തു നിന്ന് കരഞ്ഞവരുണ്ട്. ഇപ്രകാരമുള്ള പല കൂട്ടങ്ങളിൽ ഇന്ന് നാം ഇതിൽ ഏത് കൂട്ടങ്ങളിൽ ആയിരിക്കുന്നു എന്ന ഇന്നത്തെ വചന ധ്യാനം ചിന്തിക്കുന്നതിന് സഹായിക്കട്ടെ. നാം ക്രൂശിനോട് അടുത്ത് നിൽക്കുന്നോ, മാറി നിൽക്കുന്നോ? ഇതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളുമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 29:48 വാക്യം ഇങ്ങനെ വായിക്കുന്നു: കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചും കൊണ്ട് മടങ്ങിപ്പോയി. കാൺമാൻ കൂടി വന്ന കൂട്ടമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചും കൊണ്ട് മടങ്ങിപ്പോയി. കാൺമാൻ വന്ന കൂട്ടം, ഒന്നാമത്തെ കൂട്ടത്തിന് നമുക്ക് പേര് കൊടുക്കാം ക്രൂശ് കാൺമാൻ വന്ന കൂട്ടം. അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് യാതൊരു ദൗത്യവും ഇല്ലായിരുന്നു. അവർക്കൊന്ന് കാണണം, യേശുവിനെ ക്രൂശിലേറ്റുന്നത് എങ്ങനെയാണെന്ന് കാണണം. കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും അവരെന്ത് ചെയ്തു? മാറത്തടിച്ചു. കണ്ടിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ വേദനയുടെ ആഴം, അതിൻ്റെ ഭയാനകത കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് അവരുടെ ദുഃഖം മാറത്തടിച്ച് പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതൊരു പ്രകടിപ്പിക്കുന്നവരുടെ കൂട്ടമാണ്, പ്രകടനക്കാരുടെ കൂട്ടമാണ്. അവർ മാറത്തടിച്ചും കൊണ്ട് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കൂടെ നിൽക്കുവാനോ, ആ ദുഃഖത്തിൻ്റെ അംശികളാകുവാൻ അവരുടെ ആ ഒരു നിൽപ്പ് കൊണ്ടോ, ആ ഒരു സാമീപ്യം കൊണ്ടോ ആ വേദന അല്പമെങ്കിലും ഒന്ന് കുറയ്ക്കുവാനോ ശ്രമിക്കാതെ മാറത്തടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകുന്ന കൂട്ടമാണ് ഒന്നാമത്തെ കൂട്ടം. ഇവർ അത്തിക്ക് സമാനമായ ക്രൈസ്തവ ജീവിതമുള്ളവരാണ്. അത്തിയെപ്പോലെ അത്തി വളരെയധികം പച്ച ഇലകളാൽ പച്ചിച്ച്, വളരെ ഇടതൂർന്ന ഇലകളാൽ ഇങ്ങനെ കാറ്റിൽ ആടി നിന്നത് കണ്ടപ്പോൾ, പ്രകടനവുമായി നിന്നപ്പോൾ യേശു കർത്താവ് വിചാരിച്ചു അതിനകത്ത് ഫലമുണ്ടാകുമെന്ന്. എന്നാൽ ദൂരക്കാഴ്ചയിൽ തൃപ്തി വരാത്ത യേശു അരികത്തേക്ക് ചെന്നപ്പോൾ ഒരു ഫലവും കാണുന്നില്ല. പ്രകടനമുണ്ടായിരുന്നു, ഫലമില്ല. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കൂട്ടം. അവർ മാറത്തടിച്ചും കൊണ്ട് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ 49 വാക്യത്തിൽ രണ്ടാമത്തെ കൂട്ടരെ കാണാം. അവന്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. ദൂരത്ത് നിൽക്കുന്ന കൂട്ടം, യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ദൂരത്ത് നിന്ന് വീക്ഷിക്കുന്ന കൂട്ടം, മടങ്ങിപ്പോകുന്ന കൂട്ടം, കാൺമാൻ വന്ന കൂട്ടം, ദൂരത്ത് നിൽക്കുന്ന കൂട്ടം. ഇവരെ ഒന്നും ഏൽപ്പിക്കുവാൻ കർത്താവിന് ദൗത്യങ്ങളില്ല. ഇവരെ ഒന്നും ദൗത്യം കൈമാറുവാൻ സജ്ജരായിരിക്കുന്നവരല്ല. നാം ഇന്ന് ഈ രണ്ട് കൂട്ടത്തിലാണോ എന്ന് നോക്കാം. അടുത്തതായി മറ്റൊരു കൂട്ടം നമുക്ക് കാണാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:55 വാക്യം, 23:55 ഇങ്ങനെ വായിക്കുന്നു: ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. പിന്നാലെ ചെല്ലുന്ന കൂട്ടം. ഗോൽഗൊത്ത മല കൊണ്ടവരുടെ വിശ്വാസം തീരുന്നില്ല. ഗോൽഗൊത്ത മല കൊണ്ടവരുടെ യേശുവിനോടുള്ള സ്നേഹം തീരുന്നില്ല. യേശുവിനെ കൊണ്ട് കല്ലറയിൽ പോയപ്പോൾ അവർ പിറകെ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത കൂട്ടം, പിന്നാലെ ചെല്ലുന്ന കൂട്ടം, പിന്നാലെ ചെന്നതുകൊണ്ട് മാത്രമായില്ല, അവർ കല്ലറയ്ക്കകത്ത് കയറി അവന്റെ ശരീരം വെച്ച വിധം കണ്ടിട്ട് മടങ്ങിപ്പോയി. അവരും മടങ്ങിപ്പോയ കൂട്ടത്തിലാണ്. പക്ഷെ ആ മടങ്ങിപ്പോക്കിൽ അല്പവും കൂടെ ദൗത്യമുണ്ടായിരുന്നു. യഹൂദ സമ്പ്രദായം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ആദരവ് പ്രകടിപ്പിക്കാൻ സുഗന്ധദ്രവ്യവും ലേപന കൂട്ടുമിടണം. ഇവരുടെയൊക്കെയും ചിന്താഗതിയിൽ യേശു മരിച്ചുപോയ ഒരു വ്യക്തിയാണ്, യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസത്തിന്റെ അളവുകോലുകൾ വർദ്ധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മരിച്ച യേശുവിന് നാളെ രാവിലെ അവന്റെ ശരീരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് എങ്ങനെയാണ് അവന്റെ ശരീരം വെച്ചിരിക്കുന്നത്? ഒരുപാട് കല്ലറകളുള്ള വിജനമായ സ്ഥലത്ത് അതിരാവിലെ ഇരുട്ടോടെ വരുമ്പോൾ യേശുവിന്റെ
കല്ലറ തിട്ടമായി അറിയണമെങ്കിൽ അവർ കല്ലറയ്ക്കകത്ത് കയറി അത് വെച്ച വിധം കണ്ടിട്ട് മടങ്ങിപ്പോയി. തീരുന്നില്ല, അവിടെ ചേർത്ത് വായിക്കുന്നു, അവര് സുഗന്ധദ്രവ്യവും പരിമള തൈലവും ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ അടുത്ത കൂട്ടത്തിന് നമുക്ക് പേര് ചെയ്യാം, കല്ലറയോളം ചെന്ന കൂട്ടം, കല്ലറയ്ക്കകത്ത് ചെന്ന കൂട്ടം, പരിമള തൈലവും ലേപനവും ഉണ്ടാക്കിയ കൂട്ടം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ മറ്റൊരു കൂട്ടത്തെ കാണാം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ക്രൂശിനരികെ നിന്ന കൂട്ടം, ക്രൂശിനോട് ചേർന്ന് നിന്ന കൂട്ടം. കാൽവറി ക്രൂശിൽ അവരുടെ അരുമനാഥൻ, 3 വർഷം അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇറങ്ങി വന്ന കർത്താവ്, അവർക്ക് സൗഖ്യം കൊടുത്തവൻ, അവർക്ക് ഐഡന്റിറ്റി കൊടുത്തവൻ, പാപമോചനം കൊടുത്തവൻ, അവർക്ക് വ്യക്തിത്വം കൊടുത്തവൻ, അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന യേശു കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ദൂരത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ക്രൂശിനരികെ, യേശുവിന്റെ ക്രൂശിനരികെ, അങ്ങനെ അരികെ നിൽക്കുന്നവരിലേക്ക് വലിയ ദൗത്യങ്ങൾ കൈമാറിക്കൊടുക്കുകയാണ്. അരികെ നിൽക്കുന്ന ഒരാളായ യോഹന്നാനെ പെട്ടെന്ന് തന്നെ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് കണ്ടിട്ട് തൻ്റെ അമ്മയായിരിക്കുന്ന മറിയയും കണ്ടിട്ട് യോഹന്നാൻ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അതേസമയം തന്നെ അമ്മയോട് പറയുന്നു, മറിയെ, ഇതാ നിന്റെ മകൻ. ഒരു അമ്മ മകൻ ബന്ധം പുനഃസ്ഥാപിച്ചിട്ട് കർത്താവ് മരിക്കുകയാണ്. ക്രൂശിന് അരികെ നിൽക്കുന്നവർക്ക് തീർച്ചയായും ദൗത്യം കിട്ടും. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ലേക്ക് വരുമ്പോൾ ഇവരെക്കാളൊക്കെ ബഹുദൂരം മുന്നിലൂടെ ഓടുന്ന മഗ്ദലക്കാരത്തി മറിയെ കാണാം. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ 7 ഭൂതങ്ങളെ പുറത്താക്കിയതാണ് യേശുവളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ദൈവിക വിടുതൽ. ഭൂതങ്ങളാൽ അടിമപ്പെട്ടവളായിട്ട് ജീവിതത്തിൽ കയ്പും കണ്ണുനീരും ഒറ്റപ്പെടലുമായിട്ട് ഓടി നടന്ന മറിയയ്ക്ക് ആരും ചേർക്കത്തില്ല. ഭൂതമുള്ളവരെ ആര് സ്വീകരിക്കാനാ, ആര് കൂട്ടുകൂടാനാ? അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരു നാൾ നാഥൻ ഇറങ്ങി വരികയും തൻ്റെ ശരീരത്തിന്മേലുണ്ടായിരുന്ന 7 ഭൂതങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് ശാസിച്ചവൾക്ക് വിടുതലും സ്വാതന്ത്ര്യവും കൊടുത്തത് കൊണ്ട് അവളുടെ സ്നേഹം കല്ലറയ്ക്കരികിൽ കാത്തു നിൽക്കുന്ന സ്നേഹമായി. 20-ന്റെ 1-ാം വാക്യം പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അതിരാവിലെ മറിയ ഇരുട്ടോടെ നിർജ്ജന പ്രദേശമായിരിക്കുന്ന കല്ലറയിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് കല്ല് മാറിയിരിക്കുന്നത് കണ്ടത്. സഹിച്ചില്ല, അവൾ തിരിഞ്ഞോടി ഉറങ്ങിക്കിടക്കുന്ന പ്രിയ ശിഷ്യന്മാരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. അവൾ വീണ്ടും ഓടി തിരിച്ചു വരികയാണ്. വീണ്ടും ഓടി തിരിച്ചു വന്നിട്ട് അവൾ 11-ാം വാക്യത്തിൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കൂടെ നിന്ന പത്രോസും പ്രിയനായ ശിഷ്യനും എല്ലാവരും തിരിച്ചുപോയി. 3 പേർ വന്നതിൽ 2 പേരും തിരിച്ചുപോയി. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് ക്രൂശിനരികെ നിന്നു. വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം കരഞ്ഞുകൊണ്ട് കല്ലറക്കരികിൽ നിന്നു. ക്രൂശിനരികിലല്ല, കല്ലറക്കരികിൽ നിന്നു. മറ്റുള്ളവർ യേശുവിനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ തുണിയും ശീലയും റൂമാലും കണ്ടിട്ട് മടങ്ങിപ്പോയി, തൃപ്തിയായി. എന്നാൽ പോരാ, അവൾക്ക് യേശുവിനെ കാണണം, യേശുവിനെ കണ്ടേ പറ്റൂ, യേശുവിന്റെ ശരീരം എവിടെ ഉണ്ടെന്ന് അറിയണം. അതുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് ആ കല്ലറയുടെ വാതിൽക്കൽ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ക്രൂശിനരികെ കല്ലറയ്ക്കരികെ നിന്ന അടുത്ത ഒരു വ്യക്തി, അതൊരു കൂട്ടമൊന്നുമില്ല, ഒരൊറ്റ വ്യക്തിയാണ്. ആ വ്യക്തിയെ നമുക്ക് പറയാം കാത്തു നിൽക്കുന്ന കൂട്ടം, കാത്തു നിൽക്കുന്ന വ്യക്തി. ശാന്തമായിട്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇതിലേത് കൂട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നത്? ദൂരത്ത് നിന്ന് മാറത്തടിച്ച് ചില പ്രകടനങ്ങളും ചില സ്തോത്രങ്ങളും ചില ഹല്ലേലൂയായും ഒക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു ദൗത്യവും ഏറ്റെടുക്കാതെ മടങ്ങിപ്പോകുന്ന കൂട്ടത്തിലാണോ? പ്രകടനങ്ങളുമില്ല, ദൗത്യങ്ങളുമില്ല, ദൂരത്ത് നിന്ന് മാത്രം കാണുന്നവരുടെ കൂട്ടത്തിലാണോ? ക്രൂശിനരികെ നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ? വെയിറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ? വെയിറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ, കരഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ദൈവിക ദൗത്യങ്ങൾ ഫലമേൽപ്പിക്കപ്പെടും. അന്ന് വെളുപ്പിനെ രാവിലെ സമയത്ത് യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള മഹാസന്തോഷം ലോകത്തെ അറിയിക്കുവാൻ ഭാഗ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ചത് ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. കാരണം അവൾ മടങ്ങിപ്പോകാൻ തയ്യാറല്ലായിരുന്നു. അവൾ മടങ്ങിപ്പോകാൻ തയ്യാറല്ലായിരുന്നു. യേശുവിനെ കണ്ടതിന് ശേഷം, യേശുവിന്റെ ശരീരം കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ മടങ്ങിപ്പോകൂ എന്ന് പ്രതിജ്ഞയോടെ കരഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നവന്റെ മുമ്പിൽ യേശു ഇറങ്ങി വന്നിട്ട് മഹാസന്തോഷത്തിന്റെ സദ്വർത്തമാനം, ഞാൻ ഉയർത്തെഴുന്നേൽത്തിരിക്കുന്നു എന്ന്
പോയി പറയുവാൻ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ഇന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട്, അകലം വിട്ടു നിൽക്കുന്നവരാണോ, അടുത്ത് നിൽക്കുന്നവരാണോ, ദൗത്യം സ്വീകരിക്കുന്നവരാണോ, വെയിറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ, തിടുക്കത്തിൽ മടങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തിലാണോ? കാത്തു നിൽക്കാൻ തയ്യാറാണെങ്കിൽ വൻ കാര്യങ്ങളെ ഫലമേൽപ്പിക്കുവാൻ ദൈവം ഇന്നും ശക്തനാണ്. ദൈവം അതിനായി നമ്മെയും ഒരുക്കിയെടുക്കട്ടെ. ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ.